ഹായ് ഹലോ. സാധാരണയായിട്ട് നമുക്ക് 4 മണി പലഹാരങ്ങളൊക്കെ നമുക്ക് എണ്ണയിൽ വറുത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആ എണ്ണയൊക്കെ നമ്മളുടെ പല രോഗങ്ങൾക്കും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടേഴ്സ് ആദ്യം പറയുന്നത് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഒന്നും കഴിക്കരുത് എന്നുള്ളതാണ് പറയാറുള്ളത്, അല്ലേ? അപ്പൊ നമുക്കിതൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹവുമുണ്ട്. അപ്പൊ നമുക്ക് ഏത്തയ്ക്ക പഴംപൊരി അതുപോലെ പല കാര്യങ്ങളും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്ന എയർ ഫ്രയറിൽ ഒട്ടും തന്നെ എണ്ണയില്ലാതെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഇന്ന് ഞാൻ പഴംപൊരി, നമ്മുടെ ഏത്തയ്ക്ക പഴംപൊരി, നമ്മൾ സാധാരണയായിട്ട് ഏത്തയ്ക്കാപ്പം എന്ന് പറയുന്നത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അത് നമുക്ക് ഓയിൽ ഇല്ലാതെ എങ്ങനെ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാമെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ 2 ഏത്തയ്ക്കയാണ് നമ്മൾ പൊരിക്കുന്നതിന് വേണ്ടി എടുക്കുന്നത്. ഇത് ഏകദേശം പഴുപ്പായ ഏത്തയ്ക്കയാണ് കേട്ടോ, ഒത്തിരി അങ്ങ് പഴുത്തു പോകല്ലേ. സാധാരണ ഏത്തയ്ക്ക പൊരിക്കാൻ നമ്മൾ എടുക്കുന്ന ഏത് പരുവമോ ആ പരുവത്തിലുള്ള ഏത്തയ്ക്കയാണ്. ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്നത്, നമ്മൾ എയർ ഫ്രയർ വെക്കുന്നത് തന്നെ എണ്ണ അധികം ഉപയോഗിക്കേണ്ട എന്നുള്ള ഒരു കാര്യത്തിലാണല്ലോ. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കണമെങ്കിൽ, ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളത് തന്നെ എടുക്കണം. അപ്പം മൈദ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ മൈദ വെച്ച് തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഈ സമോസ, പപ്സ് ഇതൊക്കെ ആണെങ്കിൽ മൈദ വെച്ച് തന്നെയാണെങ്കിലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിപ്പം നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നത്. ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് അരിപ്പൊടി കൂടെ, ഇത് ഞാനിപ്പോൾ അപ്പത്തിനും പാലപ്പത്തിനും ഒക്കെ എടുക്കുന്നതായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാര്യം ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ അല്പം ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിനാണ് ഞാൻ 1 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിരിക്കുന്നത്. പിന്നീട് ആവശ്യത്തിന് ഉപ്പ്. ഞാൻ നമ്മുടെ ഈ ഒരു ഏത്തയ്ക്ക നല്ല പഴുപ്പായതും അല്ലല്ലോ, അപ്പം ശരിക്കും പഴുപ്പായാലേ അതിനോട് വേണ്ടതായിട്ടുള്ള മധുരം കിട്ടത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടിയാണ് ചേർക്കുന്നത്. കാര്യം നമ്മുടെ ഈ കോട്ടിങ്ങിന് ബാറ്ററിന് ഇച്ചിരി മധുരം കൂടെ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് പഞ്ചസാര കൂടെ. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണ്ടിയവർക്ക് ഷുഗർ ചേർത്തച്ചാൽ മതി, ഇല്ലാത്തവർ അത് ചേർക്കേണ്ട കാര്യമില്ല. ഇത് മാത്രം തന്നെ മതി. ചിലർ ഇതിനകത്ത് ബേക്കിംഗ് പൗഡറൊക്കെ ചേർക്കാറുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിന് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. നമുക്കൊരു മഞ്ഞ കളർ തന്നെ കിട്ടണം എന്നുണ്ടെന്ന് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ഇപ്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. നമുക്ക് കുറച്ച് വെള്ളം, സാധാരണ വെള്ളമാണ് കേട്ടോ, വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. നമ്മളെ എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പോലെ അത്ര ലൂസ് ആക്കല്ലേ ഇതിന്റെ ബാറ്റർ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ പക്ഷെങ്കിൽ ഇതിനകത്ത് കുറച്ച് എള്ള് ചേർക്കുന്നുണ്ട്. എനിക്ക് ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഏലക്ക ചേർക്കുന്നില്ല. പക്ഷെ എള്ളിന്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കറുത്ത എള്ളു കൂടെ ചേർക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ചിലർ ജീരകം ചേർക്കാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ഞാൻ എള്ളു മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നേ ഉള്ളൂ. ഇത്രയും കട്ടിയായിട്ട് വേണം ഇതിന്റെ ബാറ്റർ ഇരിക്കാൻ. ഇനി നമുക്ക് ഏത്തയ്ക്ക രണ്ടും കട്ട് ചെയ്തെടുക്കാം. ഇപ്പം രണ്ടായിട്ട് ഇതുപോലെ മുറിച്ചതിന് ശേഷം ഇത് കനം കുറഞ്ഞ് 3 പീസാക്കിയാണ് എടുക്കുന്നത്. കാര്യം നമ്മൾ എണ്ണയിൽ പൊരിക്കുമ്പോഴായാലും ഇതുപോലെ 3 പീസാക്കി എടുക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതേപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫ്രയറിലാണ് വെക്കേണ്ടത്. അതിനു വേണ്ടി അതിൻ്റെ ട്രേ എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നല്ലപോലെ ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത്തയ്ക്കയുടെ നല്ലതുപോലെ ബാറ്ററി ഡിപ്പ് ചെയ്ത് എല്ലാ പീസും ഇതുപോലെ വെച്ച് കൊടുക്കുക.
ആയിരുന്നു. എല്ലാം ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം. 180-ലാണ് കിടക്കുന്നത്. ഞാൻ 200 ഡിഗ്രിയിലാണ് വെക്കുന്നത്. 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് വെച്ച് ഓണാക്കാം. പകുതി സമയമായി, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, നല്ലതുപോലെ ആയിട്ടുണ്ട്. പക്ഷെങ്കിൽ മറുവശം കൊണ്ടുവേണം. മറുവശം കുറച്ചുകൂടി ഒന്നാകാനുണ്ട്. പക്ഷെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടെ മൂക്കാനും വേണ്ടി നമുക്കിതൊന്ന് തിരിച്ചുകൂടെ വയ്ക്കാം. തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സമയം കൂടി ഇതൊന്ന് ഇതിപ്പോ ഓഫായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് ഒന്ന് എടുത്തു വെക്കാം. നല്ലതുപോലെ ഏത്തയ്ക്ക പൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മൾ എണ്ണയിലൊക്കെ വെച്ച് ഫ്രൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്ന് വരിയില്ല, ഞാനിപ്പോൾ ചെയ്ത പോലെ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഓയിൽ സ്പ്രേ ചെയ്യേണ്ട കാര്യമില്ല. ഒട്ടും ഓയിൽ ഇല്ലാതെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെങ്കിൽ ആദ്യം നമ്മൾ വെക്കുമ്പോൾ ആ പാനിൽ അല്പം ഓയിൽ ഒന്ന് തടവി കൊടുക്കണം. കാര്യം ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ അടി വെച്ചിട്ടായാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഇത് ഓയിലില്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഏത്തയ്ക്ക പഴംപൊരി നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ എയർ ഫ്രയറിൽ വെച്ചിട്ടുള്ള ഇതുപോലുള്ള ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.